ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ സൗണ്ട് കൊടുക്കുമ്പോൾ ലൈവ് ഉണ്ടാവും കേട്ടോ. എപ്പോഴും എൻ്റെ റൂമിൽ ഞാൻ സൗണ്ട് കൊടുക്കാതിരിക്കുമ്പോൾ ഓള് വരും കേട്ടോ സൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരങ്ങൻ വന്നിക്കാണ് കേട്ടോ. നമ്മളെ ക്വാർട്ടേഴ്സിലേക്ക് കുരങ്ങൻ വന്നിക്കാണ്. അപ്പോൾ ഇത് 12 ആൾക്കാർ പാർക്കണ ക്വാർട്ടേഴ്സാണ് കേട്ടോ. അവിടെ 4, പിന്നെ ഇപ്പുറത്തൊരു 4, പിന്നെ ഞങ്ങൾ ഇരിക്കണതിൽ 4, അങ്ങനെ കേട്ടോ റൂമുകൾ. അപ്പോൾ അതിൽ ഞങ്ങൾ മേലത്തെ റൂമിലാണ് ഞങ്ങൾ ഇരിക്കണത്. അങ്ങനെ 12 റൂമുകളാണ് കേട്ടോ അതിൽ. അപ്പോൾ അത് ആ കാണുന്നത് കുരങ്ങൻ വന്നിക്കണം കേട്ടോ. അവിടെയാണ് എൻ്റെ കാക്കിയും നാത്തൂനൊക്കെ ഇരിക്കണത്. പിന്നെ കുട്ടികളൊക്കെ അവിടെയാണ് കേട്ടോ ഇരിക്കണത്. പിന്നെ ആ റൂമിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ അങ്ങനെ ഇരിക്കണം. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ അതാ ഉച്ചയ്ക്ക് നമുക്കുള്ള ചോറും കൂട്ടാനൊക്കെ അവിടെ റെഡി ആയിക്കണം കേട്ടോ. നല്ല മീൻ ഇതാ പൊരിച്ച് വെച്ചേക്കണു. അതുപോലെ നമ്മളെ കറി കേട്ടോ, നല്ല തേങ്ങ അരച്ച മീനിൻ്റെ തലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ മീൻ കറിയിൽ തല ഇടുന്നത്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടം തന്നെയാണ്. അപ്പോൾ തല ഇട്ടിട്ടൊരു നല്ലൊരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കണത് എങ്ങനെയൊന്നും കാട്ടി തന്നിട്ടില്ല. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ അവിടെ അങ്ങനെ റെഡിയായി. ആ സമയത്താണ് കേട്ടോ ഒരു ആമസോണിൽ ഞാനൊരു ഓൺലൈനിൽ ഇത് ഓർഡർ ചെയ്തിരുന്നു. പൊന്നുവിനൊരു സാധനമാണ്, അത് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ എത്തിക്കണു. അപ്പോൾ അത് അറിഞ്ഞിരുന്നില്ല, സ്കൂളൊക്കെ തുറക്കാനായതല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ പൊന്നു അറിഞ്ഞിട്ടില്ല, അത് കിട്ടിയപ്പോഴാണ് അവൾ അറിയണത് എന്താ സാധനം എന്നുള്ളത്. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തവളിങ്ങനെ അൺബോക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സാധനം. നല്ല അടിപൊളി ഒരു വാച്ചാണ് കേട്ടോ. അപ്പോൾ ഏതായാലും സ്കൂൾ തുറക്കാനായിക്കല്ലേ, ഇനി കുറച്ച് ദിവസം കൊണ്ടിലുള്ളൂ, 10-15 ദിവസം കൊണ്ടിലുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അത് നേരത്തെ എത്തും ചെയ്തിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ലൊരു റോസ് ഗോൾഡിലുള്ള അങ്ങനത്തെ ഒരു വാച്ചാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടുക്കണു. അവൾ അറിഞ്ഞിരുന്നില്ല, ഞാൻ ഓർഡർ ചെയ്യുമ്പോഴൊന്നും അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ വാച്ച് കിട്ടിയിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് ഇനി കുറച്ചും കൂടി ദിവസം ഉണ്ട് കിട്ടാൻ. പക്ഷേ നേരത്തെ കിട്ടിയിരിക്കണം കേട്ടോ, ആമസോണിൽ നിന്നാണ്. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയണം കേട്ടോ. ഇനി അപ്പോൾ ഞാൻ അവളോട് കയ്യുമ്മ കെട്ടി നോക്കാൻ പറയണം. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്തിട്ട് കയ്യുമ്മ കെട്ടാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണ്ടോ. അതുപോലെ സപ്പോർട്ട് ചെയ്യണം, ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. എന്നാലേ എനിക്ക് ഇതുപോലത്തെ ഇനി നല്ല നല്ല വീഡിയോസ് ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വാച്ച് ഇങ്ങനെ കെട്ടി നോക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസുണ്ട്. അപ്പോൾ ഇനി അവൾക്ക് അതൊന്ന് ശരിയാക്കണം. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ശരിയാക്കാനുള്ളതുള്ളൂ, കടയിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ ശരിയാക്കി തരും കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടുക്കണു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് പുറത്ത് പോയിരുന്നു കേട്ടോ. പുറത്ത് പോയി വന്നപ്പോൾ ഉണ്ട് പൊന്നു നല്ല അടിപൊളി പുഡിങ് ഉണ്ടാക്കിക്കണം കേട്ടോ. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാട്ടിത്തരാം. പിന്നെ ഞങ്ങൾ വൈകുന്നേരത്ത് കുറച്ച് ചിക്കൻ കൊടുന്നിരുന്നു കാക്ക. അപ്പോൾ ഓനെ പറഞ്ഞു നമുക്കിന്ന് ഏതായാലും നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇമ്മ അത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഉള്ളിയും സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കണു. ചിക്കൻ അവിടെ കഴുകി റെഡിയാക്കി വെച്ചിക്കണു. പിന്നെ നെയ്ച്ചോറ് ഞങ്ങൾ കുക്കറിലാണ് കേട്ടോ നെയ്ച്ചോറ് വെക്കുക. കുക്കറിലാകുമ്പോൾ വേഗം ആയി കിട്ടുമല്ലോ. അപ്പോൾ അതാ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിക്കണു. കുക്കറിൽ വെച്ചിട്ട് വേറെ ചെമ്പട്ടിയിലേക്ക് ഞങ്ങൾ ഒഴിച്ചിക്കണം കേട്ടോ. പിന്നെ അത് അതിൻ്റെ മേലിടാനുള്ള ഉള്ളിയും സാധനങ്ങളൊക്കെയാണ് അവിടെ നല്ലോണം മൂപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കണു. പിന്നെ ഇതാ നമ്മൾ തൈര് ഉണ്ടാക്കി വെച്ചിരിക്കണം, ഉള്ളിയും തൈരൊക്കെ. ഇതൊന്നും എങ്ങനെ ഉണ്ടാക്കിക്കണമെന്ന് ഇപ്പോൾ കാട്ടിത്തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ. അതാണ് ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വീഡിയോയിൽ ഉണ്ടാക്കണത് കാട്ടിത്തരായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ നെയ്ച്ചോറിൻ്റെ മേലെ ഇനി നമുക്ക് ഇങ്ങനെ ഉള്ളിയും ഇതൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് അവിടെ റെഡിയാക്കി. പിന്നെ നമ്മൾ ചിക്കൻ വെക്കാൻ നിൽക്കുകയാണ് കേട്ടോ അമ്മ. നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത്, നല്ല മഴയുണ്ട്. ഇന്ന് വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയാണ്. അങ്ങനെ നമ്മൾ ഉള്ളി സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ടുക്കണു. പിന്നെ അതവിടെ ചിക്കൻ വെക്കാനുള്ള ഉള്ളിയൊക്കെ നല്ലോണം മൂപ്പിച്ചെടുത്തുക്കണു കേട്ടോ. പിന്നെ അതിലേക്ക് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടുക്കണു. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയാണ്. അതായത് അതിൻ്റെ ഇടയിൽ ലൈവ് അങ്ങനെ ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവൾക്ക് ഇടി നല്ല പേടിയാണ്. അപ്പോൾ മൂക്കുമ്പത്തെ അടയാളങ്ങളാരും നോക്കണ്ട കേട്ടോ. അത് മഷി കൊണ്ട് വരച്ചിക്കണം. അവൾ പൂച്ചേനാക്കി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പൊന്നു പൂച്ചനെ ആക്കി കൊടുത്താണ് കേട്ടോ. മീശയൊക്കെ ആക്കിയിട്ട് വരച്ചു കൊടുത്തിട്ടാണ് മുഖത്ത്. അതിൻ്റെ ഇടയിലോളൊന്ന് ഓടിയത് ഇടി കണ്ടിട്ടാണ് കേട്ടോ. ഇടി നല്ല പൊട്ടുണ്ട്, മിന്നണുണ്ട്. അപ്പോൾ അത് വെളിച്ചം കണ്ടപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടോ പേടിച്ച് ഓടിക്കണം കേട്ടോ. നടക്ക്, ഇടിയൊന്നുമില്ല. ഇടിയുണ്ടോ? വേണ്ടിട്ടോ കോട പൊട്ടാണ്.
അപ്പോൾ നമ്മളെ ഉള്ളി സാധനങ്ങളൊക്കെ നല്ലോണം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിലേക്ക് ചതച്ചത് ഇട്ടുക്കണു. ഇഞ്ചി വെളുത്തുള്ളി ജീരകമൊക്കെ നമ്മൾ അരച്ചത് അതിലേക്ക് ഇട്ടുക്കണു കേട്ടോ. പിന്നെ അതിലേക്ക് ഇതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉമ്മ അതങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അതാ അതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ കൊട്ടി കൊടുക്കുക അറിയണം കേട്ടോ അമ്മ. ഈ ചിക്കൻ ഇടുക, നല്ലോണം ഇളക്കുക. കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ ആയി തൈരും കേട്ടോ. ചോറ് പൊന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയുണ്ട്. വീഡിയോ